ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിതമായ വ്യവസായം അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. എങ്ങനെ പറയാം? അതായത് നമ്മുടെ ഈ ഒരു ലോകത്തില് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയില് ഏതാണോ സ്വാഭാവികമായും കൂടുതലായി കാണപ്പെടുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം അല്ലെ? ഏതാണ് നമ്മുടെ ശരി ഉത്തരം? അനിത, ശ്രീജ ഒക്കെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഇരുമ്പുരുക്ക് അല്ലെ? നമ്മുടെ ഇന്ത്യയിൽ സ്വാഭാവിക പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഇരുമ്പയിരിൽ നിന്നാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത് അല്ലെ? ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഇരുമ്പിന്റെ ഈ നിക്ഷേപങ്ങളാണ് മാഗ്നൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, അതുപോലെ തന്നെ സിഡറൈറ്റ് മുതലായവയൊക്കെ അല്ലെ? അത് മാത്രല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ളത് എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. ഈ ഇരുമ്പയിരിന്റെ അല്ലെങ്കിൽ ഇരുമ്പുരുക്ക് നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ അതായത് 70% ഓളം ഉള്ളത് ഈ മാഗ്നൈറ്റിന്റെ ഒരു നിക്ഷേപമാണ് കേട്ടോ. മാഗ്നൈറ്റിന്റെ വിഭാഗത്തിൽ പെടുന്ന ഒരു നിക്ഷേപമാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് തന്നെയാണ്? അത് ഹെമറ്റൈറ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ മാംഗനീസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ തിരഞ്ഞെടുക്കുക. മാംഗനീസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ പറഞ്ഞോളൂ. ലോഹസങ്കരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നു. കീടനാശിനികളുടെ നിർമ്മാണത്തിന്, പെയിന്റുകളുടെ നിർമ്മാണത്തിന്. ഏതിലാണ് മാംഗനീസിന്റെ ഉപയോഗമുള്ളത്? പ്രധാനമായിട്ടും ഏതൊക്കെയാണ് നമുക്ക് പറയാം? ലോഹസങ്കരങ്ങൾ വരുവോ? ബ്ലീച്ചിങ്, കീടനാശിനി, പെയിന്റുകളുടെ നിർമ്മാണം അല്ലെ? അപ്പൊ എന്താണ്? ഇവയെല്ലാം ശരിയാണ്. ദിവ്യ, ഹായ് ദിവ്യ. ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം അല്ലെ? നമ്മുടെ മാഗ്നീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോഹവസ്തുവാണ്, ലോഹധാതുവാണ് മാംഗനീസ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇന്ത്യയിലെ ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നും കൂടി, ഈ മാംഗനീസിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. അലുമിനിയം ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന അയിരാണ് ബോക്സൈറ്റ്. ശരിയല്ലേ? അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണ് ബോക്സൈറ്റ്. സ്ഥിരം നമ്മുടെ PSC ഒക്കെ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലെ? ഈ അലുമിനിയം A കോളത്തിലും B കോളത്തിലും എന്തായാലും ബോക്സൈറ്റും ഉണ്ടാവും. അപ്പൊ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ധാതുക്കളെ പറ്റിയിട്ടാണെങ്കിൽ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യഭാഗമാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ചെമ്പ്. ശരിയാണ് അല്ലെ? വൈദ്യുത കമ്പികളിലും ഫ്യൂസ് കെട്ടാനും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് തന്നെയാണ്? അത് ചെമ്പ് തന്നെയാണ്. വളരെ ശരിയായ പ്രസ്താവന. ചെമ്പിനെ മറ്റ് ലോഹങ്ങളുമായി കൂട്ടിച്ചേർക്കാനും അടിച്ചു പരത്താനും സാധിക്കുമോ? സാധിക്കില്ല എന്നാണ് പറയുന്നത്. സാധിക്കില്ലേ? സാധിക്കും. അപ്പൊ ഈ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. ചെമ്പിനെ വളരെ അനായാസം മറ്റു ലോഹങ്ങളുമായി കൂട്ടിച്ചേർക്കാനും അടിച്ചു പരത്താനും സാധിക്കും അല്ലെ? കഴിയില്ല എന്ന പ്രസ്താവന തെറ്റാണ്. കഴിയും അല്ലെ? വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നത് മൈക്ക ആണ് അല്ലെ? പ്രധാനപ്പെട്ട ഒരു ധാതുവായിട്ടുള്ള മൈക്കയാണ് ഇപ്പോ കൂടുതലായിട്ടും വൈദ്യുതോപഗ്രഹങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ചോദ്യത്തിൽ ഏതാണ് ശരിയായ ഉത്തരം വരുന്നത്? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് അല്ലെ? ഇലക്ട്രോണിക്സ് മേഖലയിൽ ഉപയോഗിക്കുന്ന ലോഹം ചെമ്പാണ്, അതും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന വൈദ്യുത ഉപകരണങ്ങളിൽ ആ വ്യവസായങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് തന്നെയാണ്? അതും മൈക്കയാണ്. അപ്പോ നമ്മുടെ ഉത്തരം 1, 2, 4 എന്നിവ ശരിയാണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ആരൊക്കെ ഉത്തരം പറഞ്ഞു? സുമയ്യ, സജിത്, ജുലിക്ക, ശ്രീജ, സുനിൽ വിശ്വം, അനിത, ദിവ്യ, സുമയ്യ എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. ഓക്കെ, വെൽ ഡൺ. അടുത്ത ചോദ്യം. കൽക്കരിയുടെ
സ്വഭാവ സവിശേഷതകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അല്ലെ, കൽക്കരിയുടെ സ്വഭാവ സവിശേഷതകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. വേഗം തിരഞ്ഞെടുത്തോളൂ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരിയാണ് ആന്ത്രാസൈറ്റ്. അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, നമ്മുടെ സ്വാഭാവിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ് ആന്ത്രാസൈറ്റ്. ശരിയാണോ? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആന്ത്രാസൈറ്റ് അല്ല. അതേതാണ്? അത് ബിറ്റുമിനസ് ആണ്. അതേതാണ്? ബിറ്റുമിനസ് ആണ്. കൽക്കരി ഇനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ധാതു. ഉയർന്ന ഗുണമേന്മയുള്ള കൽക്കരി ആണ് ബിറ്റുമിനസ്. ആണോ? അല്ല, തെറ്റാണ്. ഉയർന്ന ഗുണമേന്മയുള്ള കൽക്കരി വിഭാഗമാണ്, കൽക്കരിയുടെ ധാതുവാണ് ആന്ത്രാസൈറ്റ്. അല്ലെ, കഴിഞ്ഞ പ്രിലിംസ് എക്സാമിനാണ് തോന്നുന്നു അല്ലെ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടാർക്കെങ്കിലും? കൽക്കരിയുടെ ഉൽപാദനക്ഷമത കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ഇനം ഏതായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഏതാണ്? അത് ബിറ്റുമിനസ് അല്ല, അത് ആന്ത്രാസൈറ്റ് ആണ്. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ്. വളരെ ശരിയാണ്. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ലിഗ്നൈറ്റ് ആണ്. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് തന്നെയാണ്? അത് ബിറ്റുമിനസ് ആണ്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, നമ്മൾ ആദ്യമേ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിനസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിഭാഗവും ധാതു വിഭാഗവും എന്ത് തന്നെയാണ്? കൽക്കരി തന്നെയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഈ പ്രസ്താവനകളിൽ 3ഉം 4ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. അല്ലെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന, സമൃദ്ധമായി ലഭിക്കുന്ന ഒരു ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു താപോർജ സ്രോതസ്സുമാണ്. അതേ സമയത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ വ്യാവസായിക ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? അത് കൽക്കരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി വിഭാഗമാണ് ഏത്? ബിറ്റുമിനസ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു കൽക്കരി ഇനം അല്ലെ. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരു കൽക്കരിയാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാമേ. അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക, ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയ് ആണ്. ശരിയല്ലേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയ് ആണ്. ശരിയായ പ്രസ്താവന. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. അതും ശരിയായ പ്രസ്താവനയാണ്. കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബറൗണി. അതും ശരിയാണ്. അപ്പോ ഏതൊക്കെയാണ് ഇതിൽ ശരിയായ പ്രസ്താവന? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയ് ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. അതുപോലെ കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ് ബറൗണി അല്ലെ. റോഡ്, റെയില്, വ്യോമ ഗതാഗത മേഖലയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സാണ് ഏത്? പെട്രോളിയം അല്ലെ. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് ആസാം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടാ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ ഊർജ നിലയങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവയിലെ ശരിയായ ജോഡി അല്ലെ. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ആണവോർജ നിലയങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും അല്ലെ. ഏതൊക്കെയാണ് ശരിയായ ജോഡി എന്ന് കണ്ടുപിടിക്കണേ. താരാപൂർ മഹാരാഷ്ട്ര ശരിയായ ജോഡിയാണോ? ആണ്. ഇനി നറോറ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നറോറ ബീഹാർ. തെറ്റാണ്. നറോറ എവിടെയാണ്? യുപിയിലാണ് നറോറ. കൈഗ ഗുജറാത്ത്. ഗുജറാത്തിലല്ല, കൈഗ എവിടെയാണ്? കൈഗ കർണാടകയിലാണ്. കർണാടകയാണ് കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാക്കം തമിഴ്നാട്. നമുക്കറിയാം കൽപ്പാക്കം എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി ആണ്.
1ഉം 4ഉമാണ് ശരിയായ ജോഡികൾ. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. കൽപ്പാക്കം തമിഴ്നാട്, നറോറ UP, കൈഗ കർണാടക. മറക്കരുതേ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വസ്തുതകൾ നിരീക്ഷിച്ച് ശരിയായവ കണ്ടെത്തുക. അല്ലെ, തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വസ്തുക്കൾ കണ്ടെത്തിക്കോളൂ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സൗരോർജം സംഭരിക്കുന്നതിന് കാര്യക്ഷമമായ ഒരു പ്രക്രിയയാണ് ഫോട്ടോ വോൾട്ടായിക് സെല്ല്. ശരിയല്ലേ? സൗരോർജം സംഭരിക്കുന്നതിന് ഏറ്റവും കാര്യക്ഷമമായ പ്രക്രിയയാണ് ഏത്? നമ്മുടെ ഫോട്ടോ വോൾട്ടായിക് സെല്ല് എന്ന് പറയുന്നത്. ശരിയാണ്. തികച്ചും മാലിന്യമുക്തവും പുനഃസ്ഥാപന ശേഷിയുള്ളതുമായ ഊർജ സ്രോതസ്സാണ് ഏത്? വാതോർജം. ശരിയാണോ? ശരിയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജിയോ തെർമൽ പദ്ധതിയാണ് മണികിരൺ. ശരിയാണോ? ശരിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വാതോർജ നിലയമാണ് ലാംബെ. ശരിയാണോ? അതും ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും ഏറ്റവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഊർജമാണ് ഏത്? സൗരോർജം. അല്ലെ? ഇനി ഈ കാറ്റിന്റെ ഗതികോർജത്തെ ടർബൈനറിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് വൈദ്യുതോർജമാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ വാതോർജം എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കാറ്റിന്റെ ഗതികോർജത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ടർബൈനർ വഴി അതിനെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജമാക്കി മാറ്റുന്നു. അതാണ് വാതോർജം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം മലയാളത്തിലെ പര്യായ പദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണേ. നോക്കൂ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കണ്ണാടി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? അല്ലെ, കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി ഇല്ലേ, അതിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? ഏതാണ്? കർപ്പരമാണോ, മുകുരം ആണോ, ആദർശമാണോ, ദർപ്പണമാണോ? ഏതാണ്? ദർപ്പണമാണ്. ശരിയാണ്. ആദർശമാണ്, മുകുരമാണ്. ഏതാണ് ഇതിൽ ശരിയായ? കണ്ണാടിയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. കർപ്പരം ആണ് ഉത്തരം. അല്ലെ, കർപ്പരം എന്താണ് അതിനർത്ഥം? തലയോട്. അല്ലെ, കർപ്പരത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് തലയോടാണ്. മുകുരം, ആദർശം, ദർപ്പണം ഇതെല്ലാം എന്താണ്? കണ്ണാടി എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. തവള എന്ന പദത്തിന്റെ പര്യായ പദം കണ്ടെത്തി എഴുതുക. തവളയുടെ പര്യായ പദം ഏതാണ്? തവളയുടെ പര്യായ പദം ഏതാണ് ഇതില്? ശരി ഉത്തരം ഗർദ്ധപം, വാരണം, കമഠം, അതുപോലെ തന്നെ ധർദുരം. ഇതിലേതാണ് തവള എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദമായി വരുന്നത്? ഗർദ്ധപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗർദ്ധപം എന്ന് പറഞ്ഞാല് കരയുന്ന എന്നാണ് അർത്ഥം. കരയുന്ന, ഗർദ്ധപം, കരയുന്ന. കമഠം എന്ന് പറഞ്ഞാൽ ആമയുടെ പര്യായ പദമാണ് കമഠം. വാരണം എന്താ? വാരണം, തടസ്സം. അപ്പോ ധർദുരം എന്താണ്? തവളയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം, ധർദുരം. ആരൊക്കെയോ പറഞ്ഞു, സജിത്ത് പറഞ്ഞു, വൈഷ്ണവി, ശ്രീജ, ജുലിക, സുനിൽ, ദിവ്യ, SJ മ്യൂസിക് എല്ലാവരുടെ ശരി ഉത്തരമാണ് പറഞ്ഞത്. വെരി ഗുഡ്, വെൽ ഡൺ. അടുത്തത്, ഗുരു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? സിമ്പിൾ ആണേ. എന്താണ് ഗുരു എന്ന് പറയുന്ന പദത്തിന്റെ പര്യായം അല്ലാത്തതിൽ ഏതാണ്? ഉപാധ്യായൻ, ഗുരുനാഥൻ, സതീർത്ഥ്യൻ, ആചാര്യൻ. സതീർത്ഥ്യൻ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, സതീർത്ഥ്യൻ. സതീർത്ഥ്യൻ എന്ന് പറഞ്ഞത് എന്താണ്? സഹപാഠി അല്ലെ? സതീർത്ഥ്യൻ എന്ന് പറയുന്ന പദം എന്താണ്? സഹപാഠി. ഉപാധ്യായനും ഗുരുനാഥനും ആചാര്യനും എല്ലാം എന്തിന്റെ പര്യായ പദമാണ്? ഗുരു എന്ന വാക്കിന്റെ പര്യായ പദമാണ്. അടുത്തത്, സ്വർഗം എന്നതിന്റെ പര്യായം ഏതാണ്? സ്വർഗം അല്ലെ? സ്വർഗം ഏതാണ്? സ്വർഗത്തിന്റെ പര്യായം ഇതിൽ പറയുന്നത് നാഗം, നിണം, തോയം, കുവലയം. ഏതാണിത്? ഏതാണ് ഇതിൽ ശരിയായ ഉത്തരം? ഏതാണ് ശരി ഉത്തരം? വേഗം കമന്റ് ചെയ്യൂ. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ധനുഷ, സജിത്ത് ശരി ഉത്തരം പറഞ്ഞു. ഓപ്ഷൻ എ ആണ് സ്വർഗം എന്നതിന്റെ പര്യായം നാഗമാണ്.
തോയം എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം. ജലത്തിന്റെ പര്യായ പദമാണ് തോയം. നിണം എന്ന് പറയുന്നത് രക്തമാണ്. കുവലയം ആമ്പൽ. രക്തം. ആമ്പലിന് മറ്റൊരു പേര് അല്ലെങ്കിൽ ആമ്പലിന്റെ പര്യായ പദമാണ് കുവലയം എന്ന് പറയുന്നത്. ഓക്കെ, ആമ്പലാണ് കുവലയം. അടുത്തത് കിരീടം എന്ന പദത്തിന്റെ അർത്ഥം അല്ലാത്തത് ഏതാണ്? ഈ പറയുന്നതിൽ കിരീടം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമല്ലാത്തത് ഏതാണ് കിരീടത്തിന്റെ അർത്ഥമല്ലാത്ത പദം? ഏതൊക്കെയാണ്? മകുടം, കോടീരം, പ്രാലേയം, മുകുടം. ഏതാണ് ഇതിൽ കിരീടം എന്ന പദത്തിന്റെ അർത്ഥം അല്ലാത്തത്? ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, പ്രാലേയം. അല്ലെ, പ്രാലേയം എന്ന് പറഞ്ഞാലേ ഹിമം, ഈ മഞ്ഞ്, തുഷാരം, നിഹാരം എന്നൊക്കെ പറയുന്ന ഹിമമാണ് അല്ലെങ്കിൽ പ്രാലേയമാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവി, സുമയ്യ, ഏഞ്ചൽ ഒക്കെ ശരി ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം നമ്മുടെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ മാത്സിലെ സമയവും ദൂരവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാം. നോക്കൂ, ഒരു കാറിന്റെ ശരാശരി വേഗത 84 km/h ആണെങ്കിൽ 1 മിനിറ്റിൽ കാറ് എത്ര ദൂരം മുന്നോട്ട് പോകും? 1 മിനിറ്റിൽ. അല്ലെ, ചോദ്യം ഇതാണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു കാറിന്റെ ശരാശരി വേഗത തന്നിട്ടുണ്ട്. ശരാശരി വേഗത, ഒരു കാറിന്റെ ശരാശരി വേഗത എന്ന് പറഞ്ഞാല് 84 km/h ആണ്. ഓക്കെ, ഇനി 1 മിനിറ്റിൽ കാറിന്റെ ദൂരം എത്രയാണ്? 1 മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലെ, അപ്പൊ 1 മണിക്കൂറിലെ വേഗതയാണ് 84 km/h എന്ന് പറയുന്നത്. ഉറപ്പല്ലേ? അപ്പൊ ഒരു മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് 1 മണിക്കൂറിൽ എത്ര മിനിറ്റുകൾ ഉണ്ടെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തുക. ഇപ്പൊ നമ്മള് 84 km/h ആണ്. അപ്പൊ 84 കിലോമീറ്ററിൽ 1 മണിക്കൂറിൽ എത്ര മിനിറ്റുകളാക്കാം നമുക്ക്? 84,000 മിനിറ്റുകൾ ഉണ്ട്. ഉറപ്പല്ലേ? ഇനിയോ 1 മിനിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? 60. ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തൂടെ? നമുക്ക് എത്ര കിട്ടും? 1400 കിട്ടില്ലേ? 1400 നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. 1400. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സജിത്ത് ശരി ഉത്തരം പറഞ്ഞു. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. രമ സ്കൂളിൽ നിന്നും 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്രയാണ്? അല്ലെ, നമ്മള് ചോദ്യം വളരെ സിമ്പിൾ ആണ്. ശരാശരി വേഗത ഡയറക്റ്റ് തന്നിരിക്കുക. നമുക്ക് വേഗത കാണാൻ നമുക്കറിയാം. വേഗത കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൂരം ബൈ സമയമാണ്. അല്ലെ, എങ്ങനെ പ്രോബ്ലം തന്നാലും ദൂരം ബൈ സമയം എന്നുള്ളൊരു ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ശരാശരി വേഗതയെ കണ്ടുപിടിക്കുക. അല്ലെ, ചോദ്യം നോക്കൂ. 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ട് 800 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി. അപ്പൊ ദൂരങ്ങൾ വളരെ ക്ലിയർ കട്ടായി തന്നിട്ടുണ്ട്. 500 മീറ്റർ പ്ലസ് 800 മീറ്റർ ഉറപ്പാണ്. സമയം തന്നിട്ടുണ്ട്. 3 മിനിറ്റ് കൊണ്ട് 500 മീറ്ററും 10 മിനിറ്റ് കൊണ്ട് 800 മീറ്ററും സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ 10 + 3 ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ചെയ്തൂടെ? എത്ര കിട്ടും? 1300 ഡിവൈഡഡ് ബൈ 13. എത്ര കിട്ടി? 100 കിട്ടിയോ? 100 കിട്ടി. ഇനി നമുക്ക് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അതായത് രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്രയാണ്? അതായത് 1 മിനിറ്റിൽ നമ്മൾ 100 മീറ്റർ സഞ്ചരിച്ചു എന്നല്ലേ പറയണത്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര സെക്കൻഡ്, ഇതിന് സെക്കൻഡ് ആണ്, നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാക്കണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോ ഈ 100 എന്ന് പറയുന്ന അളവ് അല്ലെങ്കിൽ 100 മീറ്റർ ദൂരം സഞ്ചരിച്ചു. എങ്ങനെ എത്ര കൊണ്ട്? 60 സെക്കൻഡ്. അപ്പൊ 1 മിനിറ്റിൽ എത്ര ദൂരം കണ്ടുപിടിക്കാനുണ്ട്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പൊ 100/60 ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 5/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 5/3 മീറ്റർ പെർ സെക്കൻഡ്. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ്, 5/3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം.
അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/h വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം 20 km/h വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത എത്രയാണ്? മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത, അതായത് നമ്മൾ സാധാരണഗതിയിൽ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെ വേഗത കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, ദൂരം ബൈ സമയം ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുമ്പോൾ ശരാശരി വേഗത കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ചോദ്യം അല്ലെ. ആദ്യത്തെ 120 മീറ്റർ നമ്മൾ പറഞ്ഞ പോലെ, ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 120 മീറ്റർ 30 km/h അടുത്ത 120 കിലോമീറ്റർ 20 km/h സഞ്ചരിച്ചത് അല്ലെ. അപ്പൊ അതിന്റെ ശരാശരി വേഗത കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ശരാശരി വേഗത കണ്ടിട്ടുള്ള ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് 2ab divided by a plus b. 2ab divided by a plus b. അതായത് നമ്മൾ a എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേഗത, b എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വേഗത. അത് ഒരേ ഇതാണ്, മീൻസ് 120 കിലോമീറ്റർ ആണ്, പക്ഷെ എന്താണ് വ്യത്യസ്ത വേഗതയാണ്. നമുക്ക് ഇത് വെച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ 2 into a, ആദ്യത്തെ വേഗത എത്രയാണ്? ആദ്യത്തെ വേഗത 30 km/h. രണ്ടാമത്തെ വേഗത എത്രയാണ്? 20 km/h ഡിവൈഡഡ് ബൈ 30 plus 20 a plus b തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇതിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 2 into 30 into 20 ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 24 km/h എന്ന് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. നന്നായി പഠിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നന്നായി പഠിക്കുക. വളരെ എഫക്റ്റീവ് ആണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ തരുന്ന ടൈം ടേബിൾ പ്രകാരം ഫോളോ ചെയ്ത് വന്നാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾ അടുത്ത എക്സാമിൽ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷയോടുകൂടി നന്നായി പഠിക്കുക. വിജയം സുനിശ്ചിതമാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നമ്മുടെ ഡേ 28 നമുക്ക് നാളെ കാണാം. എല്ലാവരും നന്നായി പഠിക്കുക അല്ലെ. നന്നായി പഠിക്കുക എന്നാൽ നമ്മളെ കൊണ്ട് പറ്റും അല്ലെ, നമ്മളെ കൊണ്ടേ പറ്റുകയുള്ളൂ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഡേ 28 എക്സാമുമായിട്ട് നമുക്ക് നാളെ കാണാം. നാളത്തെ വിഷയങ്ങളൊക്കെ വൃത്തിയായി പഠിച്ചു വരിക. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്.